ഇതേപോലെ നിങ്ങൾ ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കിയാലുണ്ടല്ലോ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ, ഇത് ഉണ്ടാക്കിയാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിലോട്ട് 2 ബേ ലീഫ്, 5 കരയാമ്പൂ, 4 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു സവാള നല്ല ചെറുതാക്കി അരിഞ്ഞോടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറ്റിയെടുക്കണം. ആ നേരം കൊണ്ടേ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു തക്കാളി, 5 കശുവണ്ടി, 2 പച്ചമുളക്, വളരെ കുറച്ച് മല്ലിയിലും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടേ നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അടിച്ചിട്ട് ഇത് നേരെ നമ്മളുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ ആ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്തായ എണ്ണയൊക്കെ തെളിഞ്ഞ് പറഞ്ഞ ആ ഒരു സമയമില്ലേ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ ഞാൻ 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി സാധാരണ ഗ്രീൻ പീസ് ഒക്കെയാണ് എടുക്കണമെങ്കിലുണ്ടല്ലോ നന്നായിട്ട് വേവിച്ചിട്ട് വേണട്ടാ നമ്മുടെ കറിയിലോട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ അടച്ചു വെച്ച് കൊടുക്കുക. നമ്മളുടെ ഈ ഒരു ഗ്രീൻ പീസിലോട്ടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഗ്രേവിയൊക്കെ അങ്ങോട്ട് കുറുകി വരുന്ന സമയമില്ലേ, ആ സമയത്ത് വേണം ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം കസൂരി മേത്തി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഞാൻ ഇതിൻ്റെ മേലെ 1 ടീസ്പൂണോളം ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഓർത്ത് ആകെ കൊളായി തോന്നുന്നുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ അകത്തെ കുറച്ചധികം ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറി അഡ്ജസ്റ്റ് ചെയ്താൽ മതിട്ടാ. നമ്മൾ നീർദോശൻ്റെ കൂടെ ആട്ടാ ഇത് സെർവ് ചെയ്തിരിക്കുന്നത്.